Hello children, good morning. In this video, we are going to discuss the topic Levy and collection of GST. Goods and services tax is levied on supply of all goods and services or both except supply of alcoholic liquor for human consumption. We know that taxable event of GST is സപ്ലൈ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ജി എസ് ടിയിൽ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ആണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളിക് ലിക്കർ, അതായത് ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് ലിക്കർ ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മുകളിൽ ജി എസ് ടി ചുമത്തുന്നതാണ്, അല്ലെങ്കിൽ ജി എസ് ടി ലെവി ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ selected petroleum products have temporarily been kept out of GST, and the GST Council shall decide the date from which they shall be included in GST. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് ലിക്കർ ഒഴികെ എല്ലാ ഗുഡ്സിനും സർവീസസിനും ജി എസ് ടി ചുമത്താവുന്നതാണ് എന്ന്. കൂടാതെ സെലക്റ്റഡ് പെട്രോളിയം പ്രോഡക്ട്സും ഈ ജി എസ് ടിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് എന്നാണ് ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ജി എസ് ടി കൗൺസിലാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് ലിക്കറും അതുപോലെ സെലക്റ്റഡ് പെട്രോളിയം പ്രോഡക്ട്സും ഒഴികെ ബാക്കി എല്ലാ പ്രോഡക്ട്സിനും സർവീസസിനും എന്തുണ്ട്? ജി എസ് ടി ഉണ്ട്. ദ സ്ട്രക്ചർ പ്രൊവൈഡഡ് അണ്ടർ ജി എസ് ടി ഈസ് ഡ്യുവൽ ഇൻ നേച്ചർ. And under this, the central and state governments will simultaneously levy tax on common base. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജി എസ് ടി എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻ നേച്ചറാണ്. ഡ്യുവൽ ഇൻ നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ ജി എസ് ടി ചുമത്താനുള്ള റൈറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 12% ജി എസ് ടി അടയ്ക്കുകയാണ് എങ്കിൽ അതിൽ 6% സെൻട്രൽ ഗവൺമെൻറ്റിനും 6% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ ജി എസ് ടി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ഇൻ നേച്ചറാണ്. പിന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, അതായത് ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റും ചില ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചില ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെവി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഈ ജി എസ് ടിയിൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സുകളും സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സുകളുമെല്ലാം സബ്സ്യൂം ചെയ്തിട്ടാണ് ജി എസ് ടി എന്ന സിസ്റ്റം വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ജി എസ് ടിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റോളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് കോസ്റ്റ്, എസ് ജി എസ് ടി, IGST, UTGST. Section 9 is the charging section in respect of supply of goods and services under GST. GSTയുടെ ചാർജിങ് സെക്ഷനാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്. സെക്ഷൻ 9 പ്രകാരം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ജി എസ് ടിയുടെ അണ്ടറിൽ വരും. നമുക്കറിയുന്നതാണ് ജി എസ് ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സപ്ലൈ, ആൻഡ് സപ്ലൈ ഈസ് ദ ടാക്സബിൾ ഇവൻ്റ് ഓഫ് ജി എസ് ടി. ഇനി ഇതിൽ സപ്ലൈയുടെ 2 കേസ് നമുക്ക് നോക്കാം. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈയും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ, ഇഫ് സപ്ലൈ ഈസ് അണ്ടർടേക്കൺ ബിറ്റ്വീൻ ദ പേഴ്സൺ ലൊക്കേറ്റഡ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സപ്ലൈ നടക്കുന്നത് ആര് തമ്മിലാണ്? ഒന്നുകിൽ സെയിം സ്റ്റേറ്റിലുള്ള ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ സെയിം യൂണിയൻ ടെറിട്ടറിയിലുള്ള 2 പേർ തമ്മിലാണ് സപ്ലൈ നടക്കുന്നത് എങ്കിൽ ആ സപ്ലൈയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലുള്ളൊരു സപ്ലയർ കേരളത്തിലുള്ളൊരു പേഴ്സണിന് തന്നെയാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, ദെൻ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ, ഇഫ് സപ്ലൈ ഈസ് അണ്ടർടേക്കൺ ബിറ്റ്വീൻ ദ പേഴ്സൺ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് ലൊക്കേഷൻ ഓഫ് സപ്ലൈ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അതായത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിളിലൂടെ പറയാം. കേരളത്തിലുള്ള ഒരു സപ്ലയർ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിലുള്ള ഒരാൾക്കാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആളും അതുപോലെ, അതായത് സപ്ലയറും റെസിപ്പിയൻറ്റും 2 സ്റ്റേറ്റിലാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ കേസിനെയാണ് നമ്മൾ
ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ? ചിൽഡ്രൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിൽ ഡ്യുവൽ GST മോഡലാണ് എന്ന്. അപ്പോൾ ഈ ഡ്യുവൽ GST മോഡൽ എന്ന് പറയുമ്പം അത് മെയിൻലി വരുന്നത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ കേസിലാണ്. ഓക്കെ, അതായത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് സപ്ലയറും റെസിപ്പിയൻറ്റും സെയിം സ്റ്റേറ്റിലാകുന്ന കേസാണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. സോ ആ കേസിൽ 2 GST ആണ് വരുന്നത്, SGSTയും CGSTയും. ഈ SGST എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേറ്റ് GST ആണ്, വിച്ച് ഈസ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ CGST എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ GST ആണ്, വിച്ച് ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സോ SGSTയും CGSTയും വരുന്നത് ഏത് കേസിലാണ്, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ കേസിലാണ്. ഇത് സ്റ്റേറ്റ് ആണെങ്കിൽ, ഇനി യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതെന്താകും, ഈ SGSTക്ക് പകരം UTGSTയും CGSTയും ആണ് വരിക. ഓക്കെ, സോ ആ കേസിൽ UTGSTയും CGSTയും ആണ് യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ ഇൻട്രാസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വരും. അതായത് വിത്തിൻ സെയിം യൂണിയൻ ടെറിട്ടറി ആണ് എങ്കിൽ ഏതൊക്കെ GST ആണ് വരിക, UTGSTയും CGSTയും. ഓക്കെ, അതുപോലെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിലൊരു പ്രത്യേകത ഉണ്ട്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പോണ്ടിച്ചേരി, ഡൽഹി ഇവിടെയൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. സോ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ വരിക, അവിടെ UTGST അല്ല വരിക, അവിടെ വരിക SGST ആണ്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ പോണ്ടിച്ചേരി, ഡൽഹി അവിടെയൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുക. അതായത് ആ യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു സപ്ലയർ അവിടുത്തെ റെസിപ്പിയന് പ്രോഡക്റ്റ്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ GST എന്ന് പറയുന്നത് SGSTയും CGSTയും ആയിരിക്കും. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ UTGST അല്ല വരിക, SGSTയും CGSTയും ആയിരിക്കും. ഇനി സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ലൈക്ക് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. അവിടെയാണെങ്കിൽ അവിടെ UTGSTയും CGSTയും ആണ് വരിക. ഓക്കെ, അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ SGSTയും CGSTയും ആണ് വരിക. ഇനി സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ UTGSTയും CGSTയും ആണ് വരിക. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറി, എക്സാമ്പിൾ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലുള്ള ഒരു സപ്ലയർ പോണ്ടിച്ചേരിയിലുള്ളൊരു കസ്റ്റമർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നത് SGSTയും CGSTയും ആണ്, കാരണം അവിടെ ഒരു സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. ഇനി ഡൽഹിയല്ല ലക്ഷദ്വീപിലുള്ള അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബറിലുള്ള ഒരു സപ്ലയർ അവിടുത്തെ തന്നെ ഒരു കസ്റ്റമർക്കാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തത് എങ്കിൽ ആ കേസിൽ വരാം UTGSTയും CGSTയും ആണ്, കാരണം അത് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോളിലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. IGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഏത് കേസിലാണ് IGST വരിക? ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടാതെ ഇമ്പോർട്ട്, ഈ 2 കേസിലാണ് IGST വരിക. സോ ഈ കേസിൽ അതായത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കുന്ന സമയത്തും അതുപോലെ ഇമ്പോർട്ട് നടക്കുന്ന സമയത്തും CGST SGST അല്ല നമുക്ക് ബില്ലിൽ ഉണ്ടാകുക, പകരം IGST ആയിരിക്കും. ഈ IGST ആരാ കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആസ് പെർ സെക്ഷൻ 9 subsection 1 there shall be a levied tax called CGST or UTGST or SGST which shall be levied on all intrastate supplies of goods or services or both and shall be collected in such manner as may be prescribed and shall be paid by the taxable person. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് സെക്ഷൻ 9 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏതെല്ലാം ടാക്സാണ് കളക്ട് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ CGST ആൻഡ് SGST. ഇനി അതായത് സെയിം സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എങ്കിൽ ഏത് ടാക്സാണ്, ഏത് GST ആണ് കളക്ട് ചെയ്യേണ്ടത്? CGSTയും SGSTയും. ഇനി അതൊരു യൂണിയൻ ടെറിട്ടറി ആണ് എങ്കിൽ CGSTയും UTGST ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ കുമാർ രജിസ്റ്റേർഡ് ഇൻ കാലിക്കറ്റ്
supplied goods for rupees 80,000 to Mr. Abraham located in Kannur. Find GST liability. Assume tax rate at 12%. ഇവിടെ കുമാർ എന്ന് പറയുന്ന വ്യക്തി കാലിക്കറ്റിലുള്ള ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. അദ്ദേഹം കണ്ണൂരിലുള്ള ഒരാൾക്ക് 80,000 രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്തു. സോ കാലിക്കറ്റും കണ്ണൂരുമാണ്, അതായത് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ആണ്. സോ ഇത് ഏത് സപ്ലൈ ആണ്? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ ഏതെല്ലാം GST ആണ് ഉണ്ടാകുക? CGSTയും SGSTയും. ഇവരുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ടാക്സ് റേറ്റ് തന്നിട്ടുള്ളത് 12%. സോ നമുക്കറിയാം ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വാല്യൂ ഓഫ് സപ്ലൈയുടെ മുകളിലാണ്. ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ 80,000 ആണ്. സോ ടാക്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 12% ആണ്. 12% എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് 2 GST വരും, CGSTയും SGSTയും. സോ അത് ഈക്വലി 12 ആകുമ്പോൾ 6% CGSTയും 6% SGSTയും. സോ 6% വരെ 4,800 ആണ്. ഇങ്ങനെയാണ് ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ടാണ് CGSTയും SGSTയും വന്നത്. നെക്സ്റ്റ് IGST. Similarly, IGST shall be levied on all interstate supplies of goods or services or both except ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് എങ്കിൽ അവിടെ ഏത് GST ആണ്? IGST മാത്രമേ കളക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് നമുക്കറിയാം. ഏതൊരു ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും രണ്ടും എക്സെപ്റ്റ് ഏതാണ് എക്സെപ്റ്റ് ആയിട്ട് വരുന്നത്? ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോളിക് ലിക്വർ. ഇതൊഴികെ ബാക്കി എല്ലാ ഗുഡ്സിനും സർവീസസിനും ഒരു ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് എങ്കിൽ IGST മാത്രമേ ലെവി ചെയ്യത്തുള്ളൂ. Then GST is consumption based destination tax. Tax should be benefited to consumer state. അതായത് GST എന്ന് പറഞ്ഞാൽ ഒരു കൺസംഷൻ ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, തമിഴ്നാട്ടിലുള്ള ഒരു സപ്ലയർ കേരളത്തിലുള്ള ഒരാൾക്കാണ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തത്, ഗുഡ്സ് സപ്ലൈ ചെയ്തത്. സോ ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ് അല്ലേ. അപ്പോൾ തമിഴ്നാട്ടിൽ ഉള്ള ആൾ എവിടുത്തെ ആൾക്കാണ് സപ്ലൈ ചെയ്തത്? കേരളത്തിലുള്ള ആൾക്ക്. സോ ഈ കേസിൽ ബെനഫിറ്റ് ഏത് സ്റ്റേറ്റിനാണ് ബെനഫിറ്റ് ഉണ്ടാകുക? GST ബെനഫിറ്റ് ഉണ്ടാകുക എന്ന് വെച്ചാൽ കേരളത്തിലായിരിക്കും GST ബെനഫിറ്റ് ഉണ്ടാകുക. കാരണം ഇവിടെ കൺസ്യൂമർ വരുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കൺസംഷൻ ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ IGST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർഷനും എടുക്കും. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു പോർഷൻ കൊടുക്കേണ്ടി വരും. ആ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിനാണ്? കേരള സ്റ്റേറ്റിലേക്കായിരിക്കും, അല്ലാതെ തമിഴ്നാട് ഗവൺമെൻറ്റിലേക്കല്ല പോവുക. അത് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏത് സ്ഥലത്താണോ കൺസംഷൻ നടക്കുന്നത് ആ സ്റ്റേറ്റിലേക്കായിരിക്കും GST ബെനഫിറ്റ് ലഭിക്കുക. ക്ലിയർ? ദെൻ IGST would be equal to CGST rate plus SGST rate. If CGST is 9% and SGST is 9%, then IGST would be 18%. അതായത് IGST എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? CGST പ്ലസ് SGSTക്ക് ഈക്വലാണ്. ഫോർ എക്സാമ്പിൾ 18% ആണ് IGST കളക്ട് ചെയ്യുന്നത് എങ്കിൽ അതിൽ 9% സെൻട്രൽ ഗവൺമെൻറ് പോർഷനും ദെൻ 9% ഏത് സ്റ്റേറ്റിലാണോ കൺസംഷൻ നടക്കുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കുള്ളതുമാണ്. ഓക്കെ, then IGST on goods imported into India shall be levied and collected in accordance with the provisions of Section 3 of the Customs Tariff Act 1975 on the value as determined. നമ്മൾ പറഞ്ഞു IGST ചുമത്തുന്നത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈക്കും അതുപോലെ ഇമ്പോർട്ടിനും ആണെന്ന്. സോ ഇമ്പോർട്ടിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടിൽ IGST സെക്ഷൻ 3 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 പ്രകാരമാണ് IGST എത്രയെന്നുള്ളത് ലെവി ചെയ്യുന്നത്, ഈടാക്കുന്നത് അല്ലെങ്കിൽ ചുമത്തുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ചിൽഡ്രൻ, എന്താണ് ഡ്യുവൽ GST മോഡൽ എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് റേറ്റ്സ് ഫോർ CGST, UTGST ഓർ SGST, അതായത് നിലവിലുള്ള GST റേറ്റ്സ് ആണ്. CGST, UTGST, SGST റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നിലവിലുള്ള GST റേറ്റ്സ് 0%, 5%, 12%, 18% ആൻഡ്
28%. IGST will be approximately the sum total of CGST and SGST or UTGST. Maximum rate of CGST will be 20%, while for IGST maximum rate will be 40%. നമ്മൾ പറഞ്ഞു ഈ IGST എന്ന് പറഞ്ഞാൽ CGST പ്ലസ് SGST or UTGST ആണ്. ഓക്കെ, സോ മാക്സിമം റേറ്റ് ഓഫ് CGST വിൽ ബി 20%. അതായത് CGST കളക്ട് ചെയ്യാവുന്ന മാക്സിമം റേറ്റ് 20% ആണ്. നമ്മളിപ്പോൾ നോക്കിക്കേ, ഈ കേസിൽ ഇപ്പോൾ CGSTയുടെ മാക്സിമം റേറ്റ് എത്രയായിരിക്കും വരിക? ഇവിടെ മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ 28% ആണ് അല്ലേ? സോ 28% ഒരു GST വരികയാണ് എങ്കിൽ അതിൽ 14% ആയിരിക്കും CGST ആൻഡ് 14% SGST അല്ലെങ്കിൽ UTGST ആയിരിക്കും. സോ ഇന്ന് നിലവിലുള്ള മാക്സിമം പെർസെൻറ്റേജ് ഓഫ് CGST എന്ന് പറയുന്നത് 14% ആണ്. ബട്ട് അത് എത്ര വരെ വരാം? 20% വരെ വരാം എന്നാണ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ വൈൽ ഫോർ IGST മാക്സിമം റേറ്റ് വിൽ ബി 40%. IGSTയുടെ കേസിൽ മാക്സിമം റേറ്റ് എത്രയാണ്? 40% വരെ വരാം. ബട്ട് ഇവിടെ എത്രയാണ് മാക്സിമം റേറ്റ്? 28% ആണ് IGST കളക്ട് ചെയ്യുന്നത്. വൺസ് അഗെയിൻ നമ്മൾ പറഞ്ഞു CGST മാക്സിമം 20% വരെ കളക്ട് ചെയ്യാം. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി CGSTയുടെ മാക്സിമം എന്ന് പറയുന്നത് 14% ആണ്. അതായത് 28%ൻ്റെ പകുതി. അത് 28% എന്ന് പറയുന്നത് 14 CGSTയും 14 SGSTയാണ്. ഇനി IGSTയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 40 വരെ കളക്ട് ചെയ്യാം. ബട്ട് നിലവിൽ എത്രയാണ്? 28% ആണ്. ഓക്കെ, ദെൻ ദ ലെവി ഓഫ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ഈസ് ഇൻ 3 parts. അതായത് GSTയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് 3 ഫോമിലാണ്, 3 തരത്തിലാണ്. ഓക്കെ, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി സപ്ലയർ, in the hands of the recipient of goods or services under reverse charge mechanism, and in case of specified services in the hands of electronic commerce operator. ഇതിൽ ഫസ്റ്റ് വൺ, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സപ്ലയർ. അതായത് ആരാണോ സപ്ലയർ അവരുടെ കയ്യിൽ നിന്നാണ് ടാക്സ് ഈടാക്കുന്നത്, GST കളക്ട് ചെയ്യുന്നത് എങ്കിൽ ആ കേസിന് പറയുന്ന പേരാണ് ഫോർവേഡ് ചാർജ്. ഓക്കെ, നമ്മൾ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നാണ് ഗവൺമെൻറ് GST ഈടാക്കുന്നത് എങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസമാണ്. ദെൻ സെക്കൻഡ് കേസ്, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതായത് റെസിപ്പിയൻ്റെ കയ്യിൽ നിന്നാണ് GST കളക്ട് ചെയ്യുന്നത് എങ്കിൽ ആ കേസിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ദെൻ തേർഡ് കേസ് പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററുടെ കയ്യിൽ നിന്നും GST ഈടാക്കുന്നതാണ്. സോ നമുക്ക് ഈ 3 കേസും സെപ്പറേറ്റ് നോക്കാം. സോ ഇതിലെ ഫസ്റ്റ് കേസ്, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി സപ്ലയർ, അതായത് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഈ ഫോർവേഡ് ചാർജ് മെക്കാനിസം തന്നെയാണ് നോർമൽ GST പേയ്മെൻറ്റ് പ്രോസസ്സ് എന്നും പറയുന്നത്. ഈ കേസിൽ നമുക്കറിയാം, നമ്മൾ ആരിൽ നിന്നും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യും? സപ്ലയറിൽ നിന്നും അല്ലേ? സോ സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവറിന് സപ്ലൈ ചെയ്യും. റിസീവർ പകരം എന്ത് നൽകും? ആ ഗുഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണോ അതും GST എമൗണ്ടും കൂടെ സപ്ലയർക്ക് നൽകും. ദെൻ ഈ സപ്ലയർ ആണ് ഇതിൽ നിന്നും GST എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുക. ഇതിനെയാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓർ നോർമൽ GST പേയ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ്, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതായത് ഇവിടെ ഗവൺമെൻറ്റിലേക്ക് GST പേ ചെയ്യുക ആരാണ്? റെസിപ്പിയൻ്റ് ആയിരിക്കും. റിവേഴ്സ് ചാർജ് ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. നോർമലി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ GST. നമുക്കറിയാം, സാധാരണയായിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ രണ്ടും സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആണ് ഗവൺമെൻറ്റിലേക്ക് GST പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളത്. However, there are certain circumstances under which the ones to pay tax lies with the recipient, a taxable supply, according to Section 9, Subsection 3 of the CGST Act. Section 9 and Subsection 3 of CGST Act പ്രകാരം ചില കേസിൽ, ചില സന്ദർഭങ്ങളിൽ റെസിപ്പിയൻറ്റ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആ കേസിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്.
Reverse charge means the liability to pay tax is on the recipient of supply of goods or services instead of the supplier of such goods or services of supply. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി സപ്ലയർക്കുള്ളതിന് പകരം ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവ് ചെയ്യുന്ന റെസിപ്പിയൻറ്റിനായിരിക്കും. ഓക്കെ, നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റിസീവർക്ക് സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്യുമ്പോൾ പകരം ഈ റിസീവർ എന്ത് പേ ചെയ്യണം? ആ ഗുഡ്സിൻ്റെ എമൗണ്ട് പ്ലസ് ടാക്സ് പേ ചെയ്യണം. ബട്ട് ഈ കേസിൽ റിസീവർ സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണോ അത് മാത്രമേ പേ ചെയ്യത്തുള്ളൂ. GST എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് പേ ചെയ്യില്ല. ആ ടാക്സ് എമൗണ്ട് സപ്ലയറിനെ ഏൽപ്പിക്കുന്നതിന് പകരം റെസിപ്പിയൻ തന്നെ അല്ലെങ്കിൽ റിസീവർ തന്നെ ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിന് 100 റുപ്പിയാണ് വാല്യൂ വരുന്നത്. അത് ടാക്സ് അടക്കം 110 വരുമെന്ന് കരുതുക. ഇവിടെ സപ്ലയർ ഈ ഗുഡ്സ് റിസീവർക്ക് സപ്ലൈ ചെയ്യും. റിസീവർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ കേസിൽ നമ്മൾ 110 ആണ് കൊടുക്കേണ്ടത്. ബട്ട് ഈ കേസിൽ എത്ര പേ ചെയ്താൽ മതി? 100 വാല്യൂ എത്രയാണോ അത് മാത്രം പേ ചെയ്യാം. എന്നിട്ട് 100 റുപ്പി പേ ചെയ്തിട്ട് 10 റുപ്പി ആർക്കായി റെസിപ്പിയൻ പേ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിലേക്കാണ് അടയ്ക്കേണ്ടത്. ഈ കേസിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയനാണ് ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നോർമൽ GST പേയ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ സപ്ലയറാണ് GST എമൗണ്ട് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് എങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് കേസ് നോക്കാം. ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് സർവീസസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. നമ്മൾ ഫോർവേഡ് ചാർജ് മെക്കാനിസവും റിവേഴ്സ് ചാർജ് മെക്കാനിസവും പറഞ്ഞു അല്ലേ? ഫോർവേഡ് ചാർജിൽ സപ്ലയറാണ് ടാക്സ് പേ ചെയ്യുന്നത്, റിവേഴ്സ് ചാർജിൽ റെസിപ്പിയൻ്റാണ് ടാക്സ് പേ ചെയ്യുന്നത്. ഇനി ഇവർ രണ്ടുപേരും അല്ലാത്ത കേസാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ കേസ്. നമുക്ക് നോക്കാം. ടാക്സ് പേയബിൾ ബൈ ദ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഓർ നോട്ടിഫൈഡ് സർവീസസ്. The government may notify specific categories of services that the tax shall be paid by the electronic commerce operator (ECO) if such services are supplied through it. ആദ്യൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്കൊരു റൂം ബുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, ഓയോ, ഇങ്ങനെ ഏതെങ്കിലും ആപ്പ് വഴി നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണെന്ന് കരുതാം. അപ്പോൾ ഇങ്ങനെ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നാൽ ആ ഹോട്ടലിൽ പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ത്രൂ ആണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആ ഹോട്ടലിലുള്ളവരാണ് അല്ലേ? ദെൻ നമ്മളാണ് റെസിപ്പിയൻറ്റ്. ഇവിടെ നമ്മളും ടാക്സ് പേ ചെയ്യില്ല, ആ ഹോട്ടലുടമയും ടാക്സ് പേ ചെയ്യില്ല. പകരം നമ്മൾ യൂസ് ചെയ്ത ആപ്പിൻ്റെ ഓണേഴ്സ്, ആ ഒരു തേർഡ് പാർട്ടി ത്രൂ ആണ് നമ്മൾ ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത്. സോ ആ തേർഡ് പാർട്ടീസ്, അതിപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഓണേഴ്സ്, ആ ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണോ അല്ലെങ്കിൽ ആ ആപ്പിൻ്റെ ഓണേഴ്സ് ആരാണോ അവരായിരിക്കും ടാക്സ് പേ ചെയ്യുക. ഇങ്ങനെയുള്ളതാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, അതായത് ടാക്സ് പേയബിൾ ബൈ ദ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ അയാളെ പറയുന്ന പേരാണ് ഇ-കോം ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇക്കോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഈ കേസിൽ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്യാഷ് കൊടുക്കും, നമുക്കവർ റൂം സർവീസ് പ്രൊവൈഡ് ചെയ്യും. സോ ആ കേസിൽ സർവീസ് പ്രൊവൈഡർ അവർ തന്നെയാണ്, നമ്മൾ ക്യാഷ് കൊടുക്കുന്നതും ആ ഹോട്ടലുടമയ്ക്കാണ്, അവരായിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിൽ GST ഉണ്ടാകുമല്ലോ. ഇനി ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ഡയറക്റ്റ് പോകാതെ ഈ മേക്ക് മൈ ട്രിപ്പ്, ഓയോ ഇതുപോലെയൊക്കെയുള്ള ആപ്പ് ത്രൂ ആണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ആപ്പിലൂടെയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക
അല്ലേ? സോ നമ്മളവിടെ പേയ്മെൻറ്റ് നടത്തുന്നത് സർവീസ് പ്രൊവൈഡേഴ്സിനല്ല, ഈ ആപ്പിൻ്റെ ഈ തേർഡ് പാർട്ടിക്കാണ്. സോ ആ കേസിൽ സർവീസ് പ്രൊവൈഡർ ഹോട്ടലുകാരാണെങ്കിൽ പോലും കസ്റ്റമേഴ്സ് നമ്മളാണെങ്കിൽ പോലും നമ്മൾ 2 പേരും അല്ല ടാക്സ് പേ ചെയ്യുക, പകരം ഈ തേർഡ് പാർട്ടിയാണ്. ഇങ്ങനെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്പെസിഫിക് കാറ്റഗറീസ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അവർ ടാക്സ് പേ ചെയ്യുന്നതാണ് ഈ കേസിൽ വരുന്നത്. Such services shall be notified on the recommendations of the GST Council. All the provisions of the relevant GST laws shall apply to such electronic commerce operator as if he is the supplier liable for paying the tax in relation to the supply of such services. അതായത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഈ സ്പെഷ്യൽ സർവീസസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്ന്. സോ ഇങ്ങനെ ഏതെല്ലാമാണ് എന്നുള്ളത്, ഏതെല്ലാം സർവീസസ് ആണ് ഈ കാറ്റഗറിയിൽ വരിക എന്നുള്ളത് GST കൗൺസിലാണ് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ഈ എല്ലാ സർവീസസും ഈ കാറ്റഗറിയിൽ വരുന്ന ഈ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൻ്റെ സർവീസസിൽ വരുന്ന എല്ലാ കാറ്റഗറി ഓഫ് സർവീസസും റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? GST കൗൺസിലാണ്. സോ ഈ കേസിൽ ഒരു സർവീസ് പ്രൊവൈഡർ എങ്ങനെയാണോ ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുള്ളത് അതുപോലെ തന്നെ ആ സെയിം ലയബിലിറ്റി ഇവിടെ ഇ-കോം ഓപ്പറേറ്റർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ കേസ് ഒന്ന് നോക്കാം. ഇഫ് ദ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി, ദ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഈസ് ദ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. അതായത് ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സബിൾ ടെറിട്ടറിയിൽ തന്നെയാണ് ഉള്ള ആളാണ് എങ്കിൽ അദ്ദേഹം തന്നെയാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുള്ളത്. ദെൻ സെക്കൻഡ് കേസ്, ഇഫ് ദ ഇ-കൊമേഴ്സ് operator does not have physical presence in the taxable territory, the person liable to pay tax is the person representing the e-commerce operations. അതായത് ഈ ആപ്പിൻ്റെ എല്ലാം ഓണർ ഇന്ത്യക്ക് പുറത്താണുള്ളത്. ഇവിടെ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുണ്ടെന്നില്ല, അല്ലേ? സോ ഈ ആൾ, ഈ ബിസിനസ് ചെയ്യുന്ന ആൾ പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണെന്ന് കരുതുക. സോ അയാൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ബിസിനസ് ചെയ്യാൻ ഒരു ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കും, അല്ലേ? ആ ആളായിരിക്കണം GST അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുണ്ടാകുക. അപ്പോൾ അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് എങ്കിൽ, ആ ടാക്സബിൾ ടെറിട്ടറിയിൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് എങ്കിൽ അദ്ദേഹമായിരിക്കും ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുണ്ടാകുക. ഫിസിക്കൽ പ്രസൻസ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടത്. ദെൻ തേർഡ് കേസ്, if the e-commerce operator has neither the physical presence nor any representatives in taxable territory, person liable to pay tax is the person appointed by the e-commerce operator for the purpose of paying tax. അതായത് ഇപ്പോൾ ഈ ടാക്സിബിൾ ടെറിട്ടറിയിൽ അദ്ദേഹം ഈ ബിസിനസ് നടത്തുന്ന ആ ഒരു ടെറിട്ടറിയിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹവും ഇല്ല, അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളും ഇല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആ ടാക്സബിൾ ടെറിട്ടറിയിൽ ടാക്സ് പേ ചെയ്യാനായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 കേസാണ് വരുന്നത്. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സബിൾ ടെറിട്ടറിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി ടാക്സബിൾ ടെറിട്ടറിയിൽ അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രസൻസ് ഇല്ല എങ്കിൽ ആരാണോ ആ ഇ-കൊമേഴ്സ് വർക്ക് ഇവിടെ ചെയ്യുന്നത്, അദ്ദേഹത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാണോ ഇവിടെ ഉള്ളത് അവർ വേണം ടാക്സ് പേ ചെയ്യാൻ. ഇനി മൂന്നാമത്തെ കേസ്, ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററും ഇല്ല, അദ്ദേഹത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഇല്ല ഇവിടെയെങ്കിൽ ടാക്സ് പേ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണം. ക്ലിയർ? നെക്സ്റ്റ്, കോമ്പോസിഷൻ ലെവി അണ്ടർ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതായത് കോമ്പോസിഷൻ ലെവി അണ്ടർ GST എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ കേസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രജിസ്ട്രേഷൻ എടുക്കേണ്ട കേസും അതുപോലെ കോമ്പോസിഷൻ സ്കീമിൻ്റെ കേസും ഒക്കെ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ഇവിടെ ലാർജ് സ്കെയിൽ ബിസിനസ് മാത്രമല്ല ഉള്ളത്, സ്മോൾ സ്കെയിൽ ബിസിനസ് ഒരുപാട് നടക്കുന്നൊരു
രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ ഒരുപാട് ചെറുകിട വ്യവസായികൾ ഒരുപാടുണ്ട് അല്ലേ. സോ അങ്ങനെയുള്ള ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ GSTയുടെ റൂൾസ് റെഗുലേഷൻസ്, അതുപോലെ GSTയുടെ ഓഡിറ്റിംഗ് നടത്തുക, പിന്നെ അതുപോലെ വലിയൊരു എമൗണ്ട് വരിക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ GST കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് സെൻട്രൽ ഗവൺമെൻറ് കോമ്പോസിഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലാർജ് ഓർഗനൈസേഷൻസ് ഹാവ് റിസോഴ്സസ്, സ്റ്റാർട്ട് അപ്സ് ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സ്ട്രഗിൾ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദീസ് പ്രൊവിഷൻ. അപ്പോൾ ഈ GST നിയമം പാലിക്കുക എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവർക്ക് അതിനായിട്ടുള്ള സെപ്പറേറ്റ് ഓഡിറ്റ് ചെയ്യാനും അക്കൗണ്ട്സ് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കോമ്പോസിഷൻ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. Composition scheme is convenient way for the small taxpayers in order to escape from too many GST formalities and pay the tax at a fixed rate ബേസ്ഡ് ഓൺ ദെയർ ബിസിനസ് ടേൺ ഓവർ. നമ്മൾ പറഞ്ഞപ്പോൾ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻസിന് അവരുടെ ഈ ടാക്സ് ഫോർമാലിറ്റീസൊക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഫോർമാലിറ്റീസൊക്കെ ഒബേ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അവർക്കിപ്പോൾ ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിനൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കോമ്പോസിഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ സ്കീമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും അവർ GST ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, കോമ്പോസിഷൻ സ്കീം പ്രകാരം ഇന്നത്തെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 1 to 6% ആണ്. അത് ഓരോ കാറ്റഗറിക്കും ഓരോ റേറ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പം അത് ഏത് റേറ്റ് ആണെങ്കിലും നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST പേ ചെയ്യേണ്ടി വരും. നമ്മളിവിടെ പറഞ്ഞു സ്മോൾ ടാക്സ് പേയേഴ്സിന്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് കോമ്പോസിഷൻ സ്കീം എന്ന്. സോ ഈ സ്മോൾ ടാക്സ് പേയേഴ്സ് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ ആ കേസിൽ ആരാണ് സ്മോൾ ടാക്സ് പേയേഴ്സ് എന്നുള്ളത് CGST ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ലെവി ഓഫ് ടാക്സ് ഡിസൈൻഡ് ഫോർ സ്മോൾ ടാക്സ് പേയേഴ്സ് whose aggregate turnover in the preceding financial year did not gross rupees 1.5 crore. അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ്, ടാക്സ് പേ ചെയ്യാനുള്ളൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഇവിടെ സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 crore താഴെ വരുന്ന ആൾക്കാരെയാണ്, താഴെ വരുന്ന ബിസിനസ്സാണ് സ്മോൾ ടാക്സ് പേയേഴ്സിൽ വരിക. അപ്പോൾ അവരുടെ, അതായത് സ്മോൾ ടാക്സ് പേയേഴ്സിൻ്റെ ബിസിനസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരിക്കലും 1.5 crore കൂടാൻ പാടില്ല. Then the limit of turnover is rupees 75 lakhs only in the 9 northeastern states such as Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland, Sikkim, Tripura and Himachal Pradesh. നമ്മൾ പറഞ്ഞ നോർമൽ കേസിലാണ് ഈ കോമ്പോസിഷൻ സ്കീമിൽ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം നമുക്ക് 1.5 crore താഴെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇനി ഈ സ്പെഷ്യൽ സ്റ്റേറ്റ്സ് ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, ഈ 9 സ്റ്റേറ്റ്സ്, അതായത് നമ്മുടെ ആ ഇന്ത്യയുടെ കൈഭാഗം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയുടെ ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, അതായത് അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, ഇവിടെയൊക്കെ ആണ് എങ്കിൽ അവരുടെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ 75 lakhs ആണ് എങ്കിൽ, 75 lakhs വരുന്നുള്ളൂ എങ്കിൽ അവർക്കും ഏത് ഓപ്റ്റ് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. കാരണം അവിടെയൊക്കെ അധികവും ഈ കുടിൽ വ്യവസായങ്ങളാണ് ഉണ്ടാകുക. സോ അവിടെയൊക്കെ ഈ 1.5 crore എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 75 lakhs ആണ് എങ്കിലും 75 lakhs മതി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ആസ് പെർ ദ CGST Amendment Act 2018, a composition dealer can also supply services to an extent of 10% of turnover
or rupees 5 lakhs, whichever is higher. This amendment is applicable from the 1st of February 2019. അതായത് ഈ കോമ്പോസിഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്കും അതുപോലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്കും മാത്രമേ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സർവീസ് പ്രൊവൈഡേഴ്സിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു സർവീസിൻ്റെ കേസിലും കൂടെ കോമ്പോസിഷൻ സ്കീം വന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് വിൽക്കുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സിൻ്റെ കേസിൽ ആഫ്റ്റർ സെയിൽ സർവീസും വരും അല്ലേ. സോ അങ്ങനെയുള്ളവർക്കൊന്നും മുമ്പ് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതും കൂടെ എന്തായിട്ടുണ്ട്, ഈ കോമ്പോസിഷൻ സ്കീമിലേക്ക് ഇൻക്ലൂഡഡ് ആക്കി. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ CGST അമെൻമെൻറ്റ് ആക്ട് 2018 പ്രകാരം ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 10% അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇതിലേതാണോ കൂടുതൽ അതിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 10% ഓർ 5 lakh വിച്ച് എവർ ഈസ് ഹയർ. അങ്ങനെയുള്ളൊരു ഡീലർക്ക്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീലർക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് മുതലാണ് നിലവിൽ വന്നത്? 1st February 2019 മുതലാണ് ഈ അമെൻമെൻറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എ ന്യൂ സബ്സെക്ഷൻ 2A has been inserted in Section 10 of the CGST Act to bring in an alternative composition scheme supplier of services or mixed suppliers not eligible for the earlier composition scheme, having an annual turnover in preceding financial year up to 50 lakh. അതായത് നമ്മൾ പറഞ്ഞു മുമ്പ് സർവീസ് പ്രൊവൈഡേഴ്സിനും അതുപോലെ മിക്സ്ഡ് സപ്ലയേഴ്സിൻ്റെ ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അവർക്കൊന്നും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പുതിയൊരു സബ്സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു. സെക്ഷൻ 10 ഓഫ് CGST ആക്ടിൽ 2A എന്നൊരു സബ്സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു. ആ ആക്ട് പ്രകാരം അതായത് ഒരു സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ മിക്സ്ഡ് സപ്ലയർക്ക് അവരുടെ ആനുവൽ ടേൺ ഓവർ, അഗ്രിഗേറ്റ് ടേൺ ഓവർ 50 lakhsന് താഴെയാണ് എങ്കിൽ, അതായത് മാക്സിമം 50 lakhsേ വരാൻ പാടുള്ളൂ, അങ്ങനെയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കീ ഫീച്ചേഴ്സ് ഓഫ് കോമ്പോസിഷൻ ലെവി. കോമ്പോസിഷൻ ലെവിയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, എലിജിബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടേൺ ഓവർ മസ്റ്റ് ബി ബിലോ rupees 1.5 crore. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 75 lakhsന് താഴെയായിരിക്കും. അത് ഗുഡ്സിൻ്റെ കേസിലാണ്. ഇനി സർവീസസ് ആണെന്നുണ്ടെങ്കിൽ 50 lakhs ആണ് ലിമിറ്റ്. ഓക്കെ, ദെൻ ടാക്സ് റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും ടാക്സ് അവർ പേ ചെയ്യുക. അത് ഇന്നത്തെ കണക്ക് പ്രകാരം 1 to 6% ആണ്. അത് ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ട് ഓരോ റേറ്റാണ് ഉണ്ടാകുക. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എലിജിബിൾ അല്ല. ദെൻ പ്ലേസ് ഓഫ് സപ്ലൈ അപ്ലൈസ് ഓൺലി ടു ദ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ്. അതായത് കോമ്പോസിഷൻ സ്കീമാണ് ഓപ്റ്റ് ചെയ്തത് എങ്കിൽ അവർക്ക് ഒരിക്കലും ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. അവർക്ക് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ദെൻ റിട്ടേൺ, നോ മന്ത്ലി ഫയലിംഗ്, ഓൺലി ക്വാർട്ടർലി റിട്ടേൺസ്. അതായത് സാധാ സ്കീമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. കോമ്പോസിഷൻ സ്കീമാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. ദെൻ ബില്ലിംഗ്, ഇഷ്യൂസ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ ആൻഡ് നോട്ട് ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെറിയ ഷോപ്പിലൊക്കെ പോയാൽ അറിയാം, നമുക്ക് ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവില്ല. അതായത് GST ഇത്ര, CGST ഇത്രയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരില്ല. പകരം എന്തായിരിക്കും, ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും അവർ നമുക്ക് നൽകുക. അതിൽ എത്രയാണ് നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ ആ റേറ്റ് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. ടാക്സ് എമൗണ്ട് എത്രയെന്നുള്ളത് അതിലുണ്ടാവില്ല. എത്രയാണ് കോമ്പോസിഷൻ സ്കീമിൻ്റെ കീ ഫീച്ചേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ പറഞ്ഞു കോമ്പോസിഷൻ സ്കീമിൽ ഫിക്സ്ഡ് റേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് ഓരോ കാറ്റഗറിക്ക് ഓരോ റേറ്റാണ്. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. Specified rate of composition levy. Manufacturers other than manufacturers of such goods as may be notified by the government 1%.
അതായത് ഗവൺമെൻറ് ചില ഗുഡ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഗുഡ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് ആണ് നമ്മൾ എങ്കിൽ നമ്മൾ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 1% പേ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ടൊബാക്കോ, ഐസ്ക്രീം, പാൻ മസാല ഇവയൊന്നും നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 1% മാത്രം നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. Then restaurant services and outdoor catering services not serving alcohol 5%. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസസ് അതായത് ആൽക്കഹോൾ പ്രൊവൈഡ് ചെയ്യാത്ത ആൽക്കഹോൾ സെർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റ് സർവീസസും ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസസും ആണെന്നുണ്ടെങ്കിൽ 5% ആണ് GST റേറ്റ് വരിക. ദെൻ എനി അതർ സപ്ലയർ എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി സെക്ഷൻ 10 ഈസ് 1%. ദെൻ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 1% ആണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് GST കോമ്പോസിഷൻ സ്കീം. GST കോമ്പോസിഷൻ സ്കീമിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നോ ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാൻ സാധിക്കില്ല. ദെൻ നോ ഇൻ്റർ സ്റ്റേറ്റ് ബിസിനസ്, അവർക്ക് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. കാൺ ചാർജ് ടാക്സ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ്, അവർക്ക് ഒരിക്കലും അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നും ടാക്സ് ചാർജ് ചെയ്യാൻ ടാക്സ് കളക്ട് ചെയ്യാൻ പാടുള്ളതല്ല. ദെൻ പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്, അവരെന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ നിന്ന് തന്നെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. ദെൻ സ്ട്രിക്റ്റ് പാനൽ പ്രൊവിഷൻ, പെനാൽറ്റി ഫോർ ഡിലേയിങ് ഫയലിംഗ് ഓഫ് GSTR 4, GSTR 04 filed in quarterly basis within the given time frame, but if it is not filed then penalty levied on it ₹100 for CGST and 100 for SGST per day, or ₹5,000 each CGST and SGST whichever is lower. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കോമ്പോസിഷൻ സ്കീമിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ക്വാർട്ടർലി ബേസിലാണെന്ന്. ഫോർ സപ്പോസ് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയാൽ പെനാൽറ്റി ഉണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് CGST ആയിട്ട് 100 രൂപയും SGST ആയിട്ട് 100 രൂപയും നമ്മൾ ഒരു ദിവസത്തിന് പെനാൽറ്റി പേ ചെയ്യണം. അങ്ങനെ മാക്സിമം അതല്ല എങ്കിൽ മാക്സിമം 5,000 റുപ്പീസാണ്. CGST ആയിട്ടും 5,000, SGST ആയിട്ടും 5,000. ഇതിലേതാണോ ലോവർ അതായിരിക്കും പെനാൽറ്റി. ഒന്നുകിൽ നമ്മൾ പെർ ഡേ 100 റുപ്പി, അതല്ല എങ്കിൽ മാക്സിമം നമുക്ക് 5,000 വരെ കേട്ടോ. 5,000 SGSTയുടെ പെനാൽറ്റി ആയിട്ടും 5,000 CGSTയുടെ പെനാൽറ്റി ആയിട്ടും നമ്മൾ പേ ചെയ്യേണ്ടി വരും, അത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയാൽ. ദെൻ ബെനഫിറ്റ്സ് ഓഫ് കോമ്പോസിഷൻ സ്കീം അണ്ടർ GST, അതായത് കോമ്പോസിഷൻ സ്കീമിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നോ റിക്വയർമെൻറ്റ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്. നമുക്ക് ഈ നോർമൽ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെയുള്ള റെക്കോർഡ്സോ ബുക്സ് ഓഫ് റെക്കോർഡ്സോ അക്കൗണ്ട്സോ അതൊന്നും തന്നെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഹാസിൽ ഫ്രീ പേയ്മെൻറ്റ്സ് ഓഫ് ടാക്സ് അറ്റ് സിംഗിൾ റേറ്റ്. ഇവിടെ നമ്മൾ ഒരൊറ്റ പെർസെൻറ്റേജ്, അതായത് ഒന്നുകിൽ 1% അല്ലെങ്കിൽ 5%, അങ്ങനെ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് മാത്രം നമ്മൾ എന്ത് പേ ചെയ്താൽ മതി, ടാക്സ് പേ ചെയ്താൽ മതി. ഫയലിംഗ് മന്ത്ലി റിട്ടേൺ is a costly and cumbersome process that may just be asking too much from a small dealer trying to grow a business. അതായത് ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയറാണ്. സോ അങ്ങനെയുള്ളവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ആണ് വരുന്നത്. സോ അതും ഒരു ബെനഫിറ്റാണ്. Okay children, that's all for today. See you in next video. If you have any doubts, you can contact me. Okay, thank you all.